പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് 2-3 ദിവസം ലേറ്റായ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും സമയമൊക്കെ ആയി. ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മമ്മി വീട്ടിൽ ഒരുമിച്ച് കൂടാൻ തന്നെ കാരണം ഇതാണ്. അവിടെ കുടുംബ കൂട്ടായ്മയുടെ വാർഷികമൊക്കെ ആഘോഷിക്കുമായിരുന്നു. അതിനുവേണ്ടി അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിനും കൂടാൻ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായല്ലോ എന്നും പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയത് കേട്ടോ. പ്രയറൊക്കെ കഴിഞ്ഞിട്ട് മത്സരങ്ങളായിരുന്നു, വലിയവർക്കും പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ കലാപരിപാടികളുണ്ടായിരുന്നത്. ഇത് ചുമ്മാതെ കേട്ടോ, ചുമ്മാതെ ഓടിയ കൈ കൊട്ടി പോ. മുന്നോട്ട് പോടാ, മുന്നോട്ട് പോടാ, മുന്നോട്ട് പോടാ. ഇരി പോരെ പോരെ. ഒരേ തുല്യ അകലത്തിലൂടെ മക്കളുടെ കസേരകളിയൊക്കെ കഴിഞ്ഞത് അടുത്ത മെഴുകുതിരി കത്തിക്കലാട്ടോ. നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഒരു കൊള്ളിയും കൊണ്ട് ഏറ്റവും കൂടുതൽ കത്തിക്കണയാൾ. അപ്പോൾ ആദ്യം മെഴുകുതിരി കത്തിച്ച് ഒരു ടേബിളിൽ വെക്കും. അത് ഏറ്റവും കൂടുതൽ കത്തിക്കണയാൾ ഫസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും കൂടെ അതേ മെഴുകുതിരി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ച് ആറ് സീനെ എഴുതണട്ടോ. ലാമ്പ് പോരാ. 4 5 5 4 9 കൊച്ചുവരിക്ക് ജോസ്. രണ്ട് കൈവറിച്ചിട്ടുണ്ട്. 3 4 5 6 7 8 പിടിക്കട്ടെ. ആദ്യം കത്തി പിടിക്കട്ടെ. അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കരുത്. 2 3 4 5 ജോസിയുടെ കൂടെ നിൽക്കുകയാണല്ലോ. പ്രോവിഡൻസിന്റെ അടുത്ത് ഞാൻ ചാത്തങ്ങളെ കീറ്റിട്ടുണ്ട്.
അടുത്ത മത്സരം മെഴുകുതിരി കത്തിച്ചോട്ടാട്ടോ. റെഡിയായോ? ഫസ്റ്റ് സെക്കൻഡ് നോക്കണം, തെറ്റിക്കരുത്. ഇത് മമ്മിയുടെ നാത്തൂനാണ്. ആൻറ്റിക്കാട്ടോ ഫസ്റ്റ് കിട്ടിയത് മെഴുകുതിരി കത്തിക്കലാണ്. ഇനി അടുത്ത മത്സരം ബോംബിൻ്റെ സിറ്റി ആട്ടോ. നമുക്ക് നിങ്ങളെന്നെ ഇവിടെ ഒരു രാജ്യത്ത് തന്നെയാണ് നിൽക്കോളൂ. നിന്നോ ഇട്ടോട്ടെ, മുമ്പിടാം. ഞാനത് അടിയെ മാറ്റിയതല്ല, തിരിച്ചു കൊണ്ടുവന്ന അടിയെ മാറ്റിയിട്ടോ. ഇനി എത്ര പേരുണ്ട്? ഔട്ടായവരൊക്കെ പുറത്ത് മാറും. ഇന്ത്യ പറയുന്നു. ചൈന എടുത്തപ്പോൾ രണ്ടുപേരുണ്ട്. രണ്ടുപേരെ തരാം കേട്ടോ. ഞാൻ നീ ഇട്ടോ പോകും. ഞാൻ ഇന്ത്യ. ഇതിലും ഇന്നർ നമ്മുടെ ആൻറ്റി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കാപ്പികൂടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ കലാപരിപാടിയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഈശ്വര പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. കുടുംബ കൂട്ടായ്മയിൽ ഒരു വീട്ടിൽ 99 വയസ്സുള്ള ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വല്യമ്മച്ചിയെ ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി റെഡിയായിട്ട് അത്രയും നേരം ഇരുന്നെങ്കിലും ആ സമയമായപ്പോൾ വയ്യാതായി. അപ്പോൾ അതുകൊണ്ട് വരവ് നടന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പൊന്നോടെ കൊടുത്ത് പിള്ളേർ വലിപ്പ ചെറുപ്പ ഭേദമന്യേ എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടു കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വലിയവരുടെ പ്രസൻസ് അത്ര ഇല്ലായിരുന്നു കേട്ടോ, കുറവായിരുന്നു.
അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വികാരി അച്ഛൻ്റെ ഫീസ്റ്റായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് അച്ഛനെ വിഷ് ചെയ്യുകയും പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുകയും അതുപോലെ തന്നെ കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം സമ്മാനദാനമായിരുന്നു. നമ്മുടെ വിവിധ മത്സരങ്ങൾക്ക് പങ്കെടുത്തവർക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്ക് സമ്മാനം കൊടുക്കുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കലാപരിപാടികൾക്ക് കൂടിയ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ കുട്ടികൾക്ക് വളരെ സന്തോഷമായിട്ടോ. വലിയവർക്കൊക്കെ സമ്മാനം കിട്ടിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ടോ. അവരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്നെങ്ങും പോകാതിരുന്ന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കുമല്ലോ, ഇച്ചിരി പ്രായം ചെന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ചെറിയ സമ്മാനമാണെങ്കിലും ഒരു സമ്മാനം കിട്ടുമ്പോഴുള്ള സന്തോഷം അത് ആർക്കും ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ പൂർത്തിയാകാറായി. ലാസ്റ്റ് നമുക്കൊരു സ്നേഹവിരുന്നുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷപൂർവ്വം വീട്ടിലേക്ക് മടങ്ങി.